ഹലോ, സിമ്പിൾ പെൻഡലത്തിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനാണ്. നമ്മൾ സിമ്പിൾ പെൻഡലത്തിൻ്റെ ഫിക്സ്ഡ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്റ്റെബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്നത് സിമ്പിൾ പെൻഡലത്തിനെ നമ്മൾ ന്യൂമറിക്കലി സിമുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ്. ഇതിൽ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത് എൻ്റെ വേരിയബിൾ എക്സ് ആണ്, അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ. ആൻഡ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത് എൻ്റെ വേരിയബിൾ വൈ ആണ്, അതായത് ആംഗുലർ വെലോസിറ്റി തീറ്റ ഡോട്ട്. ഇതിനകത്ത് ഫിക്സ്ഡ് പോയിൻറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഡോട്ട് ഈക്വൽ ടു 0. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു സർക്കിളാണ് എന്ന് അറിയാം. അപ്പം അതായത് ഇവിടെയാണ് തീറ്റ 0 ആണ്, തീറ്റ ഡോട്ടും 0 ആണെങ്കിൽ കൃത്യം ഈ നടുക്ക് ഈ പോയിൻ്റാണ് ആ ഫിക്സ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതൊരു എന്താണ്, ആ സർക്കിളാണ് ആ ഫിക്സ് പോയിൻ്റ്. അതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് പ്യുവർ ഇമാജിനറി ആയിരുന്നു, പ്ലസ് ഐയും മൈനസ് ഐയും ആയിരുന്നു. ഓക്കെ, സോ അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് ചുറ്റും ട്രജക്ടറീസ് സർക്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ അടുത്ത ഫിക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ ആയിരുന്നു. അവിടെയും തീറ്റ ഡോട്ട് ഈക്വൽ ടു 0 ആണ് ഫിക്സ് പോയിൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് വുഡ് ബി ഈ ഒരു ഫിക്സ് പോയിൻ്റ് ആയിരിക്കും അത്. ഓക്കെ, ആൻഡ് ആ ഫിക്സ് പോയിൻ്റ് നമ്മൾ പറഞ്ഞായിരുന്നു ദാറ്റ് ഈസ് അൺസ്റ്റേബിൾ ഫിക്സ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു, സാഡിലാണ്. ദെൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, റൈറ്റ്. തീറ്റ ഈക്വൽ ടു 0 തന്നെയാണ് എന്ത്, തീറ്റ ഈക്വൽ ടു 2π എന്ന് പറയുന്നത്, തീറ്റ ഈക്വൽ ടു -2π എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ ഈക്വൽ ടു 2πയും തീറ്റ ഡോട്ട് ഈക്വൽ ടു 0 അതിവിടെ ഉണ്ട്. അതേപോലെ തീറ്റ ഈക്വൽ ടു -2π, അതായത് -6 പോയിൻറ്റ് സംതിങ് ഇവിടെ വരും. തീറ്റ ഡോട്ട് ഈക്വൽ ടു 0 ഇവിടെയുണ്ട്. അതൊക്കെ സ്റ്റേബിളാണ്, അതായത് സ്റ്റേബിൾ ആസ് ഇൻ സർക്കിൾസ് ആണ്, ആക്ച്വൽ സ്റ്റേബിൾ അല്ല. പ്ലസ് മൈനസ് ദസ് തീറ്റ ഡോട്ട് ഈക്വൽ ടു 0 ആണ്. അതേപോലെ വേറൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഫിക്സ് പോയിൻ്റ് ഇതാ ഇവിടെ ഉണ്ട്, അതായത് തീറ്റ ഈക്വൽ ടു -π തീറ്റ ഡോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത്. ആൻഡ് അതിൻ്റെയൊക്കെ അടുത്തുകൂടെയുള്ള വേറെ പോയിൻറ്റ്സ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഈ ഫേസ് സ്പേസ് ഡയഗ്രത്തിനകത്ത് നമ്മൾ കാണിക്കുന്നത്. ന്യൂമറിക്കലി പ്ലോട്ട് ചെയ്തതാണ്. ന്യൂമറിക്കലി അല്ലാതെ തന്നെയും നമുക്ക് വേണമെങ്കിൽ ഈ ഫേസ് സ്പേസ് ഡയഗ്രാംസ് ഏകദേശം ഷേപ്പ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. അതാണ് ഞാൻ ഈ ഫിക്സ് പോയിൻറ്റും അതിൻ്റെ സ്റ്റെബിലിറ്റിയും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഐ വിൽ നോട്ട് ഫോക്കസ് എ ലോട്ട് ഓൺ ദിസ് ബിക്കോസ് എനിവേ ഈ പീരിയോഡിക് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഇതിൽ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ ഈ സർക്കിൾസ് ഒക്കെ പോലെ കാണുന്ന ഈ സൊല്യൂഷൻസ്, ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെയാണ്, റൈറ്റ്. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതിൻ്റെ സൊല്യൂഷൻസാണ് സർക്കിൾസ് പോലെ കാണുന്നത്, റൈറ്റ്. പെൻഡുലം ഇങ്ങനെ മൊത്തത്തിൽ കറങ്ങുന്ന അങ്ങനത്തെ സൊല്യൂഷൻസാണ് എന്ത് നിങ്ങൾ ഇവിടെ കാണുന്ന ഇതൊക്കെ മൊത്തത്തിൽ കറങ്ങുന്ന സൊല്യൂഷൻസാണ്. അതായത് പെൻഡുലത്തിന് രണ്ട് കാര്യങ്ങളും പോസിബിളാണ്. അപ്പോൾ അതാണ് ഇതിനകത്തുള്ളത്. ആൻഡ് പറഞ്ഞു, പെൻഡുലത്തിൻ്റെ കേസിൽ നമുക്ക് അനാലിറ്റിക്കൽ സൊല്യൂഷൻ പോസിബിളാണ്, വിച്ച് മീൻസ് ഈ എല്ലാ ട്രജക്ടറീസും നമുക്ക് എന്താണ്, തീറ്റ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം നമുക്ക് എഴുതാൻ പറ്റും. സോ അത് എന്താണ്, ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. സോ വി വിൽ ഇൻ ദ കോഴ്സ് ഓഫ് ദിസ് ഡിസ്കഷൻ വി വിൽ write how to do this, right. തീറ്റ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം എങ്ങനെയാണ് എഴുതുന്നത്, അത് എലിപ്റ്റിക് ഫങ്ഷൻസ് വെച്ചിട്ടാണ് എഴുതുന്നത്, ഡബ്ലി പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലേറ്റർ ഡിസ്കഷൻ വി വിൽ ഡു.